മാതാവ് ഈശ്വരന്റെ മൂർത്തിഭാവമാണ്. അവിടുന്ന് കാരണം നമുക്കൊന്ന് ഇത്രയും വലിയൊരു സത്യം തിരിച്ചറിയാൻ സാധിച്ചു മിത്രമേ. അവിടത്തേക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ശിവ, നമ്മുടെ പുതിയ ഭവനത്തിലേക്ക് അവിടത്തേക്ക് സ്വാഗതം. വളരെ നന്ദി. അവിടുത്തെ ഈ ഭവനം വളരെ നന്നായിട്ടുണ്ട്. അവിടുത്തെ പൂജ അവസാനിച്ചുവെങ്കിൽ നാം നമ്മുടെ പുത്രന്മാരെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള അനുവാദം ചോദിക്കുകയാണ്. അവിടത്തേക്ക് അറിയാമായിരുന്നോ ഇവർ ഇങ്ങോട്ടാണ് വരുന്നതെന്ന്? നമ്മുടെ പുത്രന്മാർ നമ്മോട് പറയാതെ എവിടേക്കും പോകാറില്ല. വരൂ, ഗുരുകുലത്തിലേക്ക് പോകാൻ സമയമാകുന്നു. വരൂ പുത്രന്മാരെ, അനുവാദം നൽകിയാലും. വരൂ. ദേവരാജൻ, ഇനി എന്താണ് സംഭവിക്കുക? ഇതിനൊരു പോംവഴി എന്താണ്? ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ദേവി. ത്രിമൂർത്തികളെ എത്രയും വേഗം തന്നെ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് മാത്രമേ ഈ അമൃതകോശത്തെ സംരക്ഷിക്കാൻ സാധിക്കൂ. ദേവി പാർവതി അതിനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയാണ് ദേവി കൈലാസം ഉപേക്ഷിച്ച് ഭൂമിയിൽ ദേവി അനസൂയയുടെ ഭവനത്തിന് സമീപം തന്റെ പുതിയ ഭവനം നിർമ്മിച്ചത്. നമുക്ക് എത്രയും വേഗം തന്നെ ഈ സന്ദേശം ആദിശക്തിയെ അറിയിക്കേണ്ടതുണ്ട്. മാതാ പാർവതി, പ്രണാമം സ്വീകരിച്ചാലും. ദേവരാജൻ, ഇന്ദ്ര, ദേവി ഇന്ദ്രാണി രണ്ടുപേരും ഒരുമിച്ച് ഈ സമയത്ത്? മാതേ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം അസംഭവ്യമായി തോന്നുകയാണ്. ഇനി അവിടുന്ന് വേണം ഇതിനൊരു മാർഗം കണ്ടെത്താൻ ദേവി പാർവതി. വ്യക്തമായി പറയൂ, എന്താണ് പ്രശ്നം? മാതേ, അസുരശക്തികൾ ത്രിമൂർത്തികളുടെ അസാന്നിധ്യം മുതലെടുത്ത് അമൃതകോശം വരെ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. മാതേ, അതിലൊരു അസുരൻ അമൃതകോശത്തിന് സമീപം വരെ എത്തുകയും ചെയ്തു. ഒരുപക്ഷെ ഈ അമൃത് അസുരന്മാരുടെ കൈകളിൽ എത്തിയാൽ വലിയ അനർത്ഥം സംഭവിക്കും. അമൃതകോശം വരെ എത്തിയെന്നോ? നമ്മുടെ ഭയം എന്തെന്നാൽ ഏതെങ്കിലും ഒരു അസുരൻ അമൃതനായുള്ള ശ്രമത്തിൽ അമൃതകോശത്തിന്റെ സംരക്ഷണ കവചത്തിന് നാശം വരുത്തുകയാണെങ്കിൽ പിന്നെ മഹാപ്രളയമുണ്ടായിത്തീരുന്നതാണ്. ആ ഊർജത്തിൽ നിന്നും പുറത്തു വരുന്ന വിഷത്തെ തടയുക നമുക്ക് അസംഭവ്യമായി തീരും. അതെ, സ്ഥിതി അമൃതമഥനത്തേക്കാൾ ഭയാനകമായി തീരുന്നതാണ്. കാരണം ആ വിഷത്തെ ഉപഭോഗം ചെയ്യുവാനുള്ള ശക്തി മഹാദേവനല്ലാതെ മറ്റാർക്കുമില്ല മാതാ പാർവതി. മറ്റാർക്കും വിഷത്തെ ഉപഭോഗം ചെയ്യാനാവില്ല. ഈ പ്രപഞ്ചത്തെ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കാനുമാവില്ല. പക്ഷെ മഹാദേവൻ ഇപ്പോൾ ബാലരൂപത്തിലാണ്. അതിനാൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ അവിടുന്ന് സ്വയം എന്തെങ്കിലും ശ്രമം നടത്തിയാലും.
അസുര ശക്തികൾ കാരണം അമൃതകോശം ഒരിക്കലും സൃഷ്ടിയുടെ സംഹാരത്തിന് കാരണമായി തീരാൻ അനുവദിക്കില്ല ദേവി ഇന്ദ്രാണി. സതി അനസൂയയ്ക്ക് ത്രിദേവന്മാരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വരുന്നതാണ്. നാം സതി അനസൂയയോട് സംസാരിക്കുന്നതാണ്. അതുവരെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധാപൂർവം നിർവഹിച്ചാലും. അവിടുത്തെ ഇച്ഛ പോലെ മാതെ. പ്രണാമം ദേവി പാർവതി. വന്നാലും അവിടത്തേക്ക് സ്വാഗതം. വളരെ ആശങ്കയിലാണല്ലോ അവിടുന്ന്. ഇന്നിവിടെ വന്നിരിക്കുന്നത് മഹാദേവന്റെ ഗിരിജയല്ല, ആദിശക്തിയായിട്ടാണ്. സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും മാതാവാണ് വന്നത്. ഇന്നാദ്യമായി ഈ ജഗത് മാതാവ് വിവശയാണ്. ഇന്ന് നാം അവിടത്തോട് ചോദിക്കുകയാണ് ദേവി. ലോകം അവിടുത്തെ മഹാജ്ഞാനിയായി മഹാദേവിയുടെ രൂപത്തിലാണ് അറിയുന്നത്. അവിടത്തേക്ക് ഈ സമൂഹത്തിനോട്, സ്വന്തം ഈശ്വരനോട് ഒരു ബാധ്യതകളുമില്ലെന്നാണോ? അവിടുന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് സകല പ്രപഞ്ചത്തിനും മീതെ വലിയൊരു അപകടം വന്നിരിക്കുകയാണ്. അവിടുന്ന് എന്താണ് പറയുന്നത് ദേവി പാർവതി? സത്യമാണ് പറയുന്നത് ഋഷിവര്യ. ത്രിദേവന്മാരുടെ അസാന്നിധ്യത്തിൽ സ്വതന്ത്രരായ അസുരന്മാർ സർവനാശം സൃഷ്ടിക്കുകയാണ്. ഇന്നവർ സ്വർഗത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന അമൃതകോശം സ്വന്തമാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അമൃതകോശത്തെയോ? അതെ ഋഷിവര്യ, അവിടത്തേക്ക് അറിയാവുന്നതാണ്. അവർക്ക് ആ അമൃതകോശം പ്രാപ്തമായി കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന്. ഇനി അവർക്കത് പ്രാപ്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരതിനെ അശുദ്ധമാക്കുന്നതാണ്. എന്നേക്കുമായി അന്ധകാരത്തിന്റെ പ്രഭാവം പ്രപഞ്ചത്തിന് മേൽ പതിക്കുന്നതാണ്. ദേവി അനസൂയ, ഇത് ശാഠ്യം പ്രകടിപ്പിക്കാനുള്ള സമയമല്ല. അവിടുന്ന് ത്രിദേവന്മാരെ മുക്തരാക്കിയില്ലെങ്കിൽ വളരെ വലിയ അനർത്ഥമാണ് ഉണ്ടാവുക. ഈ ബന്ധത്തെ ത്യജിച്ചാലും പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി അവരെ മുക്തരാക്കിയാലും നമ്മുടെ അധികാര പരിധിയിൽ ത്രിദേവന്മാരെ വരബലത്താൽ പുത്രന്മാരുടെ രൂപത്തിൽ പ്രാപ്തമാക്കണമായിരുന്നു. അതാണ് നാം ചെയ്തത്. പക്ഷെ ഇന്ന് അവർ അവരുടെ പൂർണ്ണ രൂപത്തിലേക്ക് തിരികെ പോകുന്നതും പോകാതിരിക്കുന്നതും അത് നമ്മുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല. പക്ഷെ ദേവി പാർവതി, നാം അവിടത്തേക്ക് ഇപ്പോൾ ഒരു വാക്ക് നൽകുകയാണ്. ഇനി ബാലത്രിദേവന്മാർ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്കുള്ള പരിവർത്തനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ യാതൊരു ഇടപെടലുകളും ഉണ്ടാകില്ല. ഇത് സത്യമല്ല. അവിടുത്തെ ഉള്ളിലെ സ്വാർത്ഥതയാണിത് പറയുന്നത്. ദുരഭിമാനമാണ് പറയിക്കുന്നത്. അവരുടെ മേലുള്ള അവിടുത്തെ സ്വാധീനം നമുക്കറിയാം. അവിടുന്ന് ഒരു തവണ പോലും അതിന് ശ്രമിച്ചിട്ടുമില്ല. ദേവി പാർവതി പറഞ്ഞത് സത്യമാണ്. പ്രപഞ്ചത്തെ ബാധിച്ച ഈ വിനാശകരമായ പ്രശ്നത്തെ അറിഞ്ഞിരിക്കെ
ഒരു തവണയെങ്കിലും അവിടുന്ന് ശ്രമം നടത്തേണ്ടതാണ് ദേവി അനസൂയ. അവിടുന്ന് ഇന്ന് അവരെ സ്വതന്ത്രരാക്കുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചം ഒരിക്കലും അവിടത്തോട് ക്ഷമിക്കുന്നതല്ല. അവിടുന്ന് ഒരിക്കലും ഈ അപരാധത്തിൽ നിന്ന് മുക്തയാവുകയുമില്ല. അവിടത്തോട് ഈ ആദിശക്തി അപേക്ഷിക്കുകയാണ്, ത്രിദേവന്മാരെ സ്വതന്ത്രരാക്കിയാലും. അമൃതകോശത്തിന് 4 വശങ്ങളിലും സുരക്ഷാ കവചം. ഇതിന്റെ അർത്ഥം ഇതാണ്: ആദ്യം നമുക്ക് സുരക്ഷാ കവചത്തെ ഊർജശക്തിയാൽ നശിപ്പിക്കേണ്ടി വരുന്നതാണ്. എങ്കിൽ മാത്രമേ സുരക്ഷാ കവാടം തുറക്കുകയുള്ളൂ. അതിനുശേഷം അമൃതിന് മേൽ ഞങ്ങൾ അസുരന്മാർക്ക് മാത്രമേ അധികാരമുണ്ടാവൂ. ഈ കവചം തകർക്കുവാനാണല്ലോ നമ്മുടെ അസുരരാജൻ അന്ധകൻ നമുക്ക് വിശേഷപ്പെട്ട ശക്തി നൽകിയത്. എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. ദേവരാജൻ, ഇനി എന്താണ് സംഭവിക്കുക? ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സുരക്ഷാ കവചത്തിന് മേലുള്ള ആക്രമണം അത്രത്തോളം ശക്തമായ ഊർജത്താലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ആ മഹാപ്രളയത്തെ തടയാൻ സാധിക്കില്ല. ഈ സമയം ചിന്തിച്ചു നിൽക്കുവാനുള്ളതല്ല ദേവി, തീരുമാനമെടുക്കേണ്ടതാണ്. എത്രയും വേഗം തീരുമാനിക്കൂ, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതെന്ത് അനർത്ഥമാണ് ഋഷിവര്യ? ഇതെന്താണ് സംഭവിക്കുന്നത്? ഏതനർത്ഥമാണോ ഭയപ്പെട്ടിരുന്നത് അതൊടുവിൽ സംഭവിച്ചു കഴിഞ്ഞു. ദേവി അനസൂയ അവിടുന്ന് 3 ലോകങ്ങളെയും മഹാപ്രളയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ക്ഷമിച്ചാലും ദേവി, നമ്മുടെ പുത്രന്മാർ ഈ അന്ധകാരത്തിൽ ഗുരുകുലത്തിൽ നിന്നും ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാവും. അവർ ഈ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയാലോ? അഭിനയിക്കേണ്ട ആവശ്യമില്ല. മാതാവിന്റെ അർത്ഥം സ്വാർത്ഥത എന്നല്ല. മാതാവെന്നാൽ സർവരെയും തുല്യമായി പരിഗണിക്കുന്നവളാണ്, സകലരെയും സംരക്ഷിക്കുന്നവളാണ്. പക്ഷെ അവിടുന്ന് ഈ വിസ്ഫോടന ശബ്ദം എവിടുന്നാണ്? ഈ ശബ്ദം അമൃതകോശത്തിന്റെ സുരക്ഷാ കവചം തകർന്നതിന്റെ ശബ്ദമാണ് ഋഷിവര്യ. പിന്നെ ഈ അന്ധകാരം ആ വിസ്ഫോടനത്തിന് കാരണമായ ഊർജത്തിന്റെ പരിണാമ ഫലമാണ്. ഇതിലൂടെ സമ്പൂർണ്ണ ഭൂമണ്ഡലത്തിലും വിഷം പടരുകയാണ്. ഈ സമയത്തും നാം ഇത് തടയാനായി വേണ്ടത് ചെയ്യുന്നില്ല എങ്കിൽ ഈ വിഷം സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും നശിപ്പിക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് തടയുക ദേവി? നീലകണ്ഠനായ മഹാദേവന് മാത്രമേ ഈ വിഷത്തെയും ദുരന്തത്തെയും തടയാനാകൂ.
പക്ഷേ ഇത് അസംഭവ്യമാണ് ദേവി. നമ്മുടെ ശിവൻ വെറും ബാലകനാണല്ലോ. അവന്റെ ശക്തികൾ അവന് പരിചിതമല്ല. പിന്നെ ഈ പ്രളയത്തെ നാം തടയുന്നത് എങ്ങനെയാണ് ദേവി? ദേവി അനസൂയ തീരുമാനമെടുത്തേ മതിയാകൂ. മഹാദേവനല്ലാതെ ഇതിന് മറ്റൊരു മാർഗവുമില്ല. പക്ഷെ നാം ജഗത് മാതാവ് എന്ന കാരണത്താൽ ഇത് തടയാനുള്ള ശ്രമം തീർച്ചയായും നടത്തുന്നതാണ്. പക്ഷെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതാണ്, നമുക്കതിനെ അധിക സമയം തടഞ്ഞു നിർത്താനാവില്ല. അവിടുത്തെ ഹൃദയത്തിൽ പ്രപഞ്ചത്തിനായി കരുണ ബാക്കിയുണ്ടെങ്കിൽ മഹാദേവനെ സ്വതന്ത്രനാക്കി അദ്ദേഹത്തെ പറഞ്ഞയച്ചാലും, അല്ലെങ്കിൽ പ്രളയമേൽപ്പിക്കുന്ന പ്രഹരത്തിനായി തയ്യാറായിരുന്നുള്ളൂ. മാതേ, പോകൂ, ഭവനത്തിനകത്തേക്ക് പോകൂ. വരൂ. പ്രളയം, മഹാപ്രളയം ആരംഭിച്ചിരിക്കുകയാണ് ദേവി. മഹാദേവ, അന്ന് അമൃതമഥനത്തിന്റെ സന്ദർഭത്തിലും പ്രപഞ്ചത്തിനുമേൽ സങ്കടാവസ്ഥയുണ്ടായതാണ്. ഇന്നും അതുണ്ടായി. പക്ഷെ അന്ന് നാം ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നുവല്ലോ. അങ്ങ് ആ വിഷത്തെ പാനം ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു. അന്ന് നാം അങ്ങയെ വിഷത്തിന്റെ വേദനയിൽ നിന്ന് മുക്തനാക്കിയിരുന്നു. അന്ന് മുതൽ അങ്ങ് നീലകണ്ഠനായി. പക്ഷെ ഇന്ന് അങ്ങ് ഒപ്പമില്ല. നാം തനിച്ചാണ് മഹാദേവ. ഈ അപകടത്തെ തടയാനാകുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് അവിടുത്തെ അസാന്നിധ്യത്തിൽ അവിടുത്തെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമം നാം നടത്തുന്നതാണ്. അപകടം ഒഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇല്ല ഋഷിവര്യ, ഈ ശാന്തത പ്രളയത്തിന് മുൻപുള്ള ശാന്തതയാണ്, സൂചനയാണ്. വിഷം പടർത്തുന്ന മഹാപ്രളയത്തിന്റെ സൂചന.